നാച്ചുറൽ ബ്ലോസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബനാന ചിപ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 കായ എടുത്തിട്ടുണ്ട്. ഇത് 3ഉം തൊലി കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാം. ഞാൻ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം ഇതിലിങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ കായ ഈ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഞാൻ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടയ്ക്കുകയാണിത്. പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഇവിടെ എല്ലാ കാര്യം ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ കനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരേ രീതിയിൽ ഇതിന്റെ മൂപ്പ് ശരിയാവില്ല, ഒരേപോലെ അല്ലെങ്കിൽ. പിന്നെ ഒരു കാര്യം, ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓയിലേക്ക് നേരിട്ടും സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഇതാണ് സൗകര്യം, സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വറുത്തെടുക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇത് ചൂട് വരും കയ്യിലേക്ക്, പിന്നെ അതാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഓയിലേക്ക് നേരിട്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോ ഞാൻ ചിപ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി വെള്ളത്തിൽ കലർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതിപ്പോ ചിപ്സ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി കലർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം ഒഴിക്കുന്ന അത്ര പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഒഴിക്കുക. പിന്നത്തെ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലും കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇതിലത്തെ ഈ കുമ്പളകൾ അടങ്ങണ വരെ നമുക്കിതിങ്ങനെ, അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ചിപ്സ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൽ കുമ്പളകളൊക്കെ അടങ്ങിയിട്ട് നമുക്ക് ചിപ്സ് ചെയ്ത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം.